ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് 1.1 പേജ് നമ്പർ 12 തന്നെയാണ്. 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. വെറുതെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് അത്. പക്ഷെ നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എനിക്ക് അറിയേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയിം ദ പ്രോപ്പർട്ടി അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഫസ്റ്റ് വണ്ണിന്റെ ഇതിൽ ഏത് പ്രോപ്പർട്ടി ഉപയോഗിച്ചതാണ് നമ്മൾ പറയേണ്ടത്. ക്വസ്റ്റ്യൻ വായിക്കാം. -4/5 × 1 is equal to 1 × -4/5 is equal to -4/5. അപ്പൊ നിങ്ങൾ ഇത് നോക്കിയപ്പോഴേ -4/5 × 1 is equal to 1 × അപ്പൊ നമ്മളിങ്ങനെ എഴുതത്തില്ലേ, അതായത് a × b എന്ന് എഴുതിയാലും b × a എന്ന് എഴുതിയാലും സെയിം ആണ് എന്ന് വെച്ചിട്ട് നിങ്ങൾ എന്താന്ന് പറയും? ഇത് കമ്മ്യൂട്ടേറ്റിവിറ്റി ആണെന്ന് വേണേൽ നമുക്ക് പറയാം. ഓക്കെ, വേണേ കമ്മ്യൂട്ടേറ്റിവിറ്റി ആണെന്ന് പറയാം. പക്ഷേ ഇവിടെ നോക്കിയേ, നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെയിം ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്? 1 ഇട്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. -4/5 × 1 is equal to 1 × -4/5. അതുകൊണ്ട് നമ്മൾ ഇതിവിടെ ഇതിന്റെ നമ്മൾ ഐഡന്റിറ്റി എഴുതുന്നത് 1 is the multiplicative, 1 is the അല്ലെ ഐഡന്റിറ്റി ആണ് അല്ലെ. 1 is the multiplicative identity, 1 is the ഇവിടെ മൊത്തം എഴുതണം, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ, നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ കമ്മ്യൂട്ടേറ്റിവിറ്റി ആണെന്ന് തോന്നും. നമുക്ക് പറഞ്ഞല്ലോ കമ്മ്യൂട്ടേറ്റിവിറ്റി എന്നാണ്? a × b എന്ന് എഴുതിയാലും b × a എന്ന് എഴുതിയാലും സെയിം ആണ് എന്നാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. അതിവിടെ അത് തന്നെയല്ലേ വന്നേക്കുന്നത്. -4/5 × 1 എന്ന് എഴുതിയാലും 1 × -4/5 എന്ന് എഴുതിയാലും സെയിം ആണെന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. പക്ഷെ കൂട്ടത്തിൽ ഒരു ആൻസറും കൂടെ തന്നെ ഇങ്ങനെ മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ വേണേൽ കമ്മ്യൂട്ടേറ്റിവിറ്റി നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇസ് ഈക്വൽ ടു സെയിം ആൻസർ തന്നെ കിട്ടുന്നു അല്ലെ. 1 ഇവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഐഡന്റിറ്റിയുടെ ചോദിച്ചപ്പോൾ നമ്മൾ ഏത് എഴുതിയത്? 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഐഡന്റിറ്റിയുടെ പേര് മാത്രം എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തെ നോക്കി, -3/17 × -2/7 is equal to -2/7 × -13/7. നിങ്ങൾക്ക് സംശയം തോന്നുകയാണ്, നിങ്ങൾ എയും ബി ഇട്ട് കൊടുത്ത് നോക്കണേ. -13/7 a നിട്ടു, -2/7 b നിട്ടു. അപ്പൊ ഇവിടെ -2/7, അപ്പൊ ഇവിടെ b എന്ന് എഴുതണം. ഇവിടെ -13/7 ആണ് a എന്ന് എഴുതണം. അത് ഇപ്പുറത്തോട് മാറ്റി എഴുതി നോക്കിയേ. a × b എന്ന് പറഞ്ഞാൽ b × a എന്നാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. എന്താ അത്? കമ്മ്യൂട്ടേറ്റിവിറ്റി. മനസ്സിലായോ മക്കളെ? കമ്മ്യൂട്ടേറ്റിവിറ്റി. അപ്പൊ സംശയം വരുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കി. എയും ബിയും സെയിം ഉള്ളതിന് ഒരു സെയിം പേരുകൾ -30/17 -13/17 എന്ന് തന്നെ ഇടുക, മറ്റേത് ബി എന്ന് ഇടുക. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിറ്റി മനസ്സിലാവും. കമ്മ്യൂട്ടേറ്റീവ് ആണോ, അസോസിയേറ്റീവ് ആണോ, ക്ലോസർ ആണോ എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, എന്നാൽ ഇത് അടുത്ത് നോക്കിയേ. -19/29 × 29/-19 is equal to 1. കേട്ടോ, -19/29 ആയിരുന്നു. അത് തിരിഞ്ഞ് അതിനകത്ത് വന്നത് അല്ലേ. 29 ഡിനോമിനേറ്റർ ആയിരുന്നു, ഇവിടെ വന്നപ്പോൾ 29 ന്യൂമറേറ്റർ ആയി. -19 ഇവിടെ ഡിനോമിനേറ്റർ ആയി. ഇസ് ഈക്വൽ ടു 1 എന്ന്. അപ്പൊ ഇതെന്താ വന്നിരിക്കുന്നത്? ഇവിടെ വന്നത് തിരിഞ്ഞായി വന്നിരിക്കുന്നത്. തിരിഞ്ഞു വരുന്നത് നമ്മൾ എന്താ പറയുന്നത്? ഇൻവേഴ്സ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷനോട് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഐഡന്റിറ്റി ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മനസ്സിലായല്ലോ? ഈ എഴുതിയേക്കുന്നതിന്റെ തിരിഞ്ഞു വന്നിരിക്കുന്നു. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും എക്സ്ചേഞ്ച് ചെയ്ത് വന്നിരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഇവിടെ കണ്ടോ, ഇവിടെ 1 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് മൾട്ടിപ്ലിക്കേറ്റീവ് 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അത് അത്രേ ഉള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വെറുതെ പേര് എഴുതിയാൽ മാത്രം മതി. അടുത്ത, ടെൽ വൺ പ്രോപ്പർട്ടി അലോ യു ടു കമ്പ്യൂട്ട് 1/3 × 6 × 4/3 as 1/3 × 6 × 4/3. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പേര് നമുക്ക് ABC ഇട്ട് കൊടുത്ത് നോക്കാം. അപ്പൊ 1/3ക്ക് A ഇട്ടു, 6ന് B ഇട്ടു, 4/3ക്ക് C ഇട്ടു. അപ്പൊ ഇവിടെ 1/3A, 6ന് B, 4/3ക്ക് C. ഇനി അത് ഇത് എഴുതിയേക്കുന്ന രൂപത്തിൽ ഒന്ന് എഴുതി നോക്കാം നമുക്ക്. ഞാൻ മേലോട്ട് എഴുതാം. എഴുതിയേക്കുന്ന രൂപത്തിൽ അല്ലേ. അപ്പൊ എന്നാണ്? A × ബ്രാക്കറ്റിൽ B × C is equal to അസന്നുള്ള is equal to അടുത്ത എന്നാണ്? A × B × C എന്ന്. ഇതെവിടെയെങ്കിലും കണ്ടായിട്ടുള്ള ഓർമ്മയുണ്ടോ? A × B × C എന്ന് എഴുതിയാലും A × B × C എന്ന് എഴുതിയാലും സെയിം ആണ്. ഏതായിരുന്നു?
അസോസിയേറ്റിവിറ്റി. ഓർക്കുന്നുണ്ടോ? നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടിയാണ്. മനസ്സിലായ മക്കളെ? അല്ല പറഞ്ഞ ഞാൻ സംശയം അത് നിങ്ങൾ കണ്ടാൽ പെട്ടെന്നെങ്കിലും മനസ്സിലാകില്ല. പക്ഷെ നമ്മൾ അതിന് ABCന്ന് പേരിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ പഠിച്ച കാര്യം ഓർമ്മ വരും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനുകളുണ്ട്, 3rd ക്വസ്റ്റ്യനുകളുണ്ട്. ഞാൻ ഇവിടെ ഇടയില്ല, ഞാൻ എഴുതാനും ഒന്നുമില്ല, ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പർ ഈസ് ഓൾവേസ്. മൂന്നാമത്താണ് പ്രോഡക്റ്റ് ഓഫ് 2 റാഷണൽ നമ്പേഴ്സ് ഈസ് ഓൾവേസ്. എന്താണ്? 2 റാഷണൽ നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്നാ വരുമെന്ന്? എന്നാ വരും? റാഷണൽ നമ്പർ തന്നെ വരും. കാണിക്കണോ എങ്ങനെയാണെന്ന്? റാഷണൽ നമ്പർ തന്നെ വരും. എക്സാമ്പിൾ കാണിക്കാം. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്നാ? ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഉള്ള സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാവേ. 1/2 ഇൻറ്റു 3/5. 2 റാഷണൽ നമ്പേഴ്സാ. 1/2 ഇൻറ്റു 3/5. ഇത് വേണം മൈനസോടെ കൊടുക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് 1 ഇൻറ്റു -3 -3 പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ചെയ്താൽ -5 ഇൻറ്റു 2 10. ഇത് റാഷണൽ നമ്പർ അല്ലേ? 3/10 റാഷണൽ നമ്പർ അല്ലേ? റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വേണം, അതാണ് റാഷണൽ നമ്പർ. അപ്പൊ സെയിം അല്ലേ? പ്രോഡക്റ്റ് 2 റാഷണൽ നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ റാഷണൽ നമ്പർ. നമ്മുടെ എക്സസൈസ് എല്ലാം കഴിഞ്ഞ മക്കളെ. ഇനി കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഞാൻ തരാം. നമുക്ക് എക്സാം ടൈം ആകട്ടെ. നമുക്കിപ്പം ഇതൊക്കെ വരുമല്ലോ, മിഡ് ടേമും അങ്ങനെയൊക്കെ വരികയല്ലേ, ഓണപ്പരീക്ഷയൊക്കെ വരത്തില്ലേ. ആ സമയത്ത് നമുക്ക് എക്സസൈസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ച് ഞാൻ വീഡിയോസ് ഇടാം. അപ്പം നിങ്ങളത് നോക്കി ചെയ്യണം കേട്ടോ മക്കളെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായില്ലേ? സിമ്പിളായിട്ടുള്ളതാണ്. സംശയം വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ABC നമ്മൾ വേരിയബിൾസ് കൊടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് അത് ഏത് പ്രോപ്പർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ മക്കളെ, വീഡിയോ കാണുക എല്ലാവരും. തന്നെ ഒന്ന് ആദ്യം ചിലപ്പോൾ പെട്ടെന്ന് കിട്ടുകയല്ലായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് മനസ്സിലാവും. ഓക്കെ മക്കളെ, എന്നിട്ട് പഠിക്കുക എല്ലാവരും. ഫസ്റ്റ് ചാപ്റ്റർ അങ്ങനെ കഴിഞ്ഞു, നമ്മളോട് തന്നെ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ മക്കളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരോടും പറയണം, ഷെയർ ചെയ്യണം. താങ്ക് യു.